കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറിയത്. രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ജൂലൈ 3-നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് അപകടമുണ്ടായത്. അപകടത്തിൽ തലവൂലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സമഗ്രമായ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിനെ സർക്കാർ ചുമതലപ്പെടുത്തിയത്. പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് അന്തിമ റിപ്പോർട്ട് കളക്ടർ സർക്കാരിന് കൈമാറിയത്. രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്നും മണ്ണുമാന്തി യന്ത്രം അപകടസ്ഥലത്തേക്ക് എത്തിക്കാൻ സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നതായും കളക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അത് 3 സ്റ്റഡി അതിനകത്ത് നടന്നിട്ടുണ്ട്. ആ സ്റ്റഡിയുടെ റെക്കമെൻഡേഷൻസ് ഞാൻ അതുപോലെ തന്നെ റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. എത്താൻ കാലതാമസം ഉണ്ടായില്ല, പക്ഷേ അതിനകത്ത് കടത്താൻ കുറച്ച് പ്രയാസപ്പെട്ടു. അത് മാത്രമേ ഉള്ളൂ. വേറെ രക്ഷാപ്രവർത്തനത്തിലൂടെയും കാലതാമസങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു തടസ്സം നീക്കി അത് കയറിയ കാലതാമസം മാത്രമേ ഉള്ളൂ. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മകന് ജോലിയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മകൾ നവമിയുടെ സർജറിയും കോട്ടയം മെഡിക്കൽ കോളേജിൽ സൗജന്യമായി പൂർത്തിയാക്കിയിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ വയനാട് സ്വദേശി അലീനയും ചികിത്സയ്ക്ക് ശേഷം ഇന്നലെ നാട്ടിലേക്ക് മടങ്ങി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.